ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് അല്ലേ, ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും പഠനങ്ങളും റിസർച്ചുകളും എല്ലാം ആളുകൾ കാണുന്നുണ്ട്. ഈ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ ഇത് അവലോകനം ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഇനി ഒരു പക്ഷേ കാരണം നമ്മുടെ മക്കളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ പാരൻസ് എന്ത് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സ്കില്ലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യേണ്ടി വരും, പേരൻസ് തന്നെ അതിനെ കുറിച്ചിട്ട് ഒരു അവെയർ ആവേണ്ടായിരിക്കും അല്ലേ. അപ്പം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ചേഞ്ച് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചുകൾ. ഇനി വരുന്ന ഒരു ജനറേഷൻ കുട്ടികൾക്ക് ഒരിക്കലും ഇപ്പൊ നമ്മൾ വന്നിരുന്നത് പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല. ഈവൻ ലൈഫില് എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും അവരുടെ ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്ത സ്കിൽ ആയിരിക്കില്ല അല്ലെ. ഇനി നമ്മള് പ്രാക്ടീസ് ചെയ്തൊരു ലൈഫിന്റെ രീതി ആയിരിക്കില്ല. മറ്റേത് നമുക്കറിയാം അല്ലെ, ഒരു ഇന്ന രീതിയിലാണ് ഒരു സ്ക്രിപ്റ്റഡ് എന്ന് പറയാം അല്ലെ, ഒരു സ്ക്രിപ്റ്റഡ് ഫോമിലാണ് നമ്മുടെ ലൈഫ് പോയിരുന്നത്. വൺ വേ നമ്മൾ പറയും, ജനിക്കുന്നു, പഠിക്കുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ മക്കളുണ്ടാവുന്നു, പിന്നെ മക്കളെ അതേ അതെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ആയിരുന്നു. പക്ഷെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അതിപ്പം ഈവൻ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ശരി. കാരണം ഇപ്പൊ നമുക്ക് പ്രളയമൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പൊ ചുരൽമല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് പെട്ടെന്നാണ് ആൾക്കാർക്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഫ്രം ദ സീറോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ലെവലാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സെർട്ടൻ സ്കില്ലുകളാണ് നമ്മൾ ഫോക്കസ്, കുറച്ച് ലൈഫ് സ്കില്ലുകൾ, കുറച്ച് സോഫ്റ്റ് സ്കില്ലുകളാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത്. കാരണം എന്താ പറയാ, ഈ പറയുന്നത് പോലെ ഏതൊരു അൺസർട്ടനിറ്റിനെയും അല്ലെങ്കിൽ ഏതൊരു തിരിച്ചടിനെയും സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സ്കില്ലുകളാണ് നമ്മൾ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടത്.